ചേരാൻ സാധ്യതയുണ്ടെന്ന കാര്യം PV അൻവറിനെ അറിയിച്ചിരുന്നുവെന്ന് NK സുധീർ. താൻ പ്രതിനിധീകരിക്കുന്ന ദുർബല വിഭാഗങ്ങളെ രക്ഷിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും NK സുധീർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണം ചർച്ചയായതോടെ വിശദീകരണവുമായി മുതിർന്ന CPIM നേതാവ് P ജയരാജൻ. തന്റെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തെന്നും മന്ത്രിസഭാ തീരുമാനത്തിലോ CPIM-ഉമായോ ബന്ധപ്പെട്ട കാര്യങ്ങളിലോ തനിക്ക് വ്യതിചലനം ഉണ്ടായിട്ടില്ലെന്നും P ജയരാജൻ വിശദീകരിച്ചു. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. പ്രതിയുടെ ശിക്ഷാവിധിയും സുപ്രീം കോടതി മരവിപ്പിച്ചു. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് സുപ്രീം കോടതിയുടെ നടപടി. ശ്രീധരത്തിന്റെ പേരിലുള്ള പീഡനത്തിന് പിന്നാലെയായിരുന്നു വിസ്മയ ആത്മഹത്യ ചെയ്യുന്നത്. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതിയുടെ തീരുമാനം. ജസ്റ്റിസ് N നാഗരേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോടതി സിനിമ കാണുമെന്ന് നിർമ്മാതാക്കളോട് വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പരോക്ഷമായി വിമർശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി വിമർശന ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചതെന്നും അതിൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷത്തിന് ആയുധം നൽകിയിട്ട് സമരം വേണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. യുവ നേതാക്കൾ ഖദർ ഉപേക്ഷിച്ചുവെന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ പരാമർശത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. കാലത്തിനനുസരിച്ച് കോലം മാറണമെന്ന് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധി പോലും മറ്റു വസ്ത്രങ്ങൾ അണിയുന്നുണ്ടെന്നും ഖദറിന് ചെലവ് കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട VSന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. സാമുദായിക ശത്രുത വളർത്തുന്ന പരാമർശങ്ങൾ നടത്തിയതിന് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K അണ്ണാമലയ്ക്കെതിരെ ക്രിമിനൽ കേസ്. മധുരയിൽ നടന്ന മുരുകൻ ഭക്ത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിലാണ് അണ്ണാമലയ്ക്കും ഹിന്ദു മുന്നണി നേതാക്കൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി സോഹ്രാൻ മംദാനി ട്രംപിന്റെ ഭീഷണി അംഗീകരിക്കില്ലെന്ന് മംദാനി പറഞ്ഞു. ട്രംപിന്റെ ഭീഷണി ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ലെന്നും നിഴലുകളിൽ ഒളിക്കാൻ താല്പര്യമില്ലാത്ത ഓരോ ന്യൂയോർക്ക് നിവാസികൾക്കും എതിരെയുള്ള സന്ദേശമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. തന്റെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതിൽ ചൈനയുടെ ഇടപെടൽ തടഞ്ഞ് ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ. പിൻഗാമിയെ തന്റെ മരണശേഷമേ നിശ്ചയിക്കൂവെന്ന് ദലൈലാമ വ്യക്തമാക്കി. പിൻഗാമിയെ 14-ാമൻ ദലൈലാമ തന്റെ 90-ാം ജന്മദിനമായ ജൂലൈ 6-ന് പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിച്ചിരുന്നത്.